എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയനാണ്. എനിക്ക് ഓർഡർ പറയാ ഇതില്ല. ഞാൻ NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. ഇന്നലെ രാത്രി പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറെ കുറ്റപ്പെടുന്നു മലയാളത്തിൽ, ഈ മലയാളികളായിട്ടുള്ളത്. അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു, ആഷ്മിച്ചാണ് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. ഈ കുറ്റപ്പെടുന്ന പലരും കിടന്ന് കുറ്റപ്പെടുന്നത് കാരണം മരിക്കുകയാണ്, തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്ന പനാഫ്ര ചെയ്തിന്റെ അർജുന്റെ കുടുംബത്തെ അറിയാം. അവരുടെ പ്രദേശമുണ്ട്, നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇതിപ്പോ ലാൻഡിൽ മണ്ണ് നീക്കിയുള്ള ലാൻഡെന്ന് കരഭാഗം ഉദ്ദേശിക്കുന്ന പുഴയുടെ കിടക്കുന്ന മണ്ണ് അത് കരഭാഗം തന്നെയാണ്. ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന്. അത് പൂർണ്ണമായിട്ടും പരിശോധന നടന്നിട്ടില്ല. ഇപ്പുറത്തെ വശം 80% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത്. ആർക്ക് വേണേൽ കയറി നോക്കാം. ഇപ്പം സംശയം ഉണ്ടെങ്കിൽ റവന്യൂ മിനിസ്റ്ററിനെ ഞാൻ ആരും കുറ്റപ്പെടുത്താണെന്നില്ല. സംശയം ഉള്ളത് കയറി നോക്കാം. വേണമെങ്കിൽ കയറിയിട്ട് വീഡിയോ ഇപ്പം അയച്ചു തരാം. ഇപ്പോൾ പെർമിഷൻ വീട് തന്നിട്ടുണ്ട് കയറി കളയാം. എനിക്ക് വേണ്ടത് ഇനി വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ്, ബോർവെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെട്ടിക്കെട്ടാണെങ്കിൽ ഒരു സാധനമുണ്ട്. ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും. നല്ല ഓപ്പറേഷൻ തീർച്ചയായിട്ടും. ഇത് ഉറങ്ങാതെ ഇതൊക്കെ നമ്മൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല. കുറ്റപ്പെടുത്താം, ആർക്കാണ് കുറ്റപ്പെടുത്താം, ഒന്നും ചെയ്യാം. ഞങ്ങൾ സിവിലിയനാണ്. ഫോഴ്സ് ഒന്നും ചെയ്ത കണ്ടല്ലോ, ആരും കുറ്റപ്പെടുത്തുമല്ല. ഇത് മാത്രം ഉണ്ടെന്നത് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായ ദിശയിൽ തന്നെ പോകുന്നത്. എന്തുകൊണ്ട് 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ 8-ാം ദിവസം എന്തോ നേവി ഒരു പാട്ട് പോലും എടുക്കുന്നില്ല, ഇതിന് എടുക്കുന്നില്ല. ഈ മണ്ണിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറ, എനിക്ക് ആ മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല. റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിലെ കളിപ്പാട് കൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ കാണുന്നതാണത്. ഐഡന്റിഫൈ സാധനം ഈ റോക്ക് അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്ത് എല്ലാം അടിവരെ മാന്തിയിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ്. ആ വീഡിയോ കയ്യിലുണ്ട്, മാർക്ക് ചെയ്ത് ആരൊക്കെയാന്ന് വീഡിയോ കയ്യിലുണ്ട്. എനിക്ക് അതിന്റെ ഇറങ്ങി മൊത്തം പരിശോധിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു മാനുവൽ ചെയ്യുന്ന ആളാണ്. ഈ ഞാൻ പറഞ്ഞ ലാൻഡ് ഭാഗം, കരഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് പോയി ഇത് മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സയന്റിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല. വേറെ ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2 പ്രാവശ്യം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, അന്നോട്ടാ പറയുന്നുണ്ട്. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയ ഒരു ഹെവി ട്രക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സോണാറിലെ മറ്റേ എന്തെങ്കിലും ഇതിൽ കിട്ടാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പം മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും. നമ്മൾ ഇതിനേക്കാൾ ബോഡിയാണ് മത്സ്യത്തൊഴിലാളി എടുക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു ഇതാണ് നമ്മൾ അത്രയധികം പാടുപെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, രാവിലെ എണിച്ച് പോകുന്ന മഴ കൊള്ളുന്നുണ്ട്. പരിമിതി അറിയാമല്ലോ, വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നത്. ഓരോ ബക്കറ്റ് കോരുമ്പോഴത്തേക്കും എന്തെങ്കിലും മറ്റുള്ള ഭാഗം ഉണ്ടോന്നാലും NDRF ആർമി നിൽക്കാൻ കൂടുതൽ അതിന്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കൃഷ്ണദാസും വേറെ NDRF ഓഫീസിലെ വേറെ ആളും കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട്, കണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അവിടെ നിന്ന് വേറെ സെൽഫ് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ആ സമയമൊന്നുമില്ല. പിന്നെ ഇന്നെനിക്ക് വേണ്ടത് ഒരു ബോറിംഗ് മെഷീനാണ്. എങ്ങനെ ബോറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട്. വെർട്ടിക്കൽ മോളിൽ നിന്ന് നമുക്ക് എത്ര ദൂരം വേണം താഴെപ്പം ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത്, അതായത് പുഴയുടെ വശത്ത് ചേർന്ന് നടക്കുന്ന കരഭാഗം പോലും ഇതിന്റെ തട്ടലുണ്ടെങ്കിൽ മെറ്റൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും. പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് അറിയാലോ. ഈ മെഷീൻ ഇപ്പൊ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിമിതം അറിയാം, ഇന്റർഫിയറൻസ് ഉണ്ട്. ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5-ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടറുടെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SPയെ കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. 5-ാം ദിവസമാണ് എത്തുന്നത്. ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായ ചിത്രം ആ സമയത്ത് വീഡിയോ പോലും തരുന്നില്ല. എന്താണ് അതിന്റെ കാര്യം, എന്ത് മണ്ണാണ് കോരിയിട്ടെന്നോ എനിക്ക് അറിയത്തില്ല. മണ്ണാണ് കോരിയിട്ടത്. എപ്പോഴും ഇടപെടൽ നടക്കുന്നു. നമ്മൾ ക്ഷമ കരുതി അങ്ങ് നിൽക്കുകയാണ്. മാക്സിമം ക്ഷമിച്ച് നിൽക്കുന്നത്. എനിക്ക് വേറെ ഒന്നുമില്ല. വേറെ ഒന്ന് ചെയ്യോ പിടിക്കോ, എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാ. അല്ല ഇവിടെ ഈ കയറി ഇടിക്കാൻ പോകുന്നത് ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്നും അല്ല നടക്കുന്നത്. ജസ്റ്റ് ഒരു ആ സംഭവം നടന്ന് റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡബ്ല്യൂ സ്ഥലം മാറ്റുന്നത്. ഇവർ പറഞ്ഞാൽ ചുമ്മാ എന്റെ മണ്ണ് മാറ്റി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ക്ലിയർ ഔട്ടായിട്ട് തന്നെ ചാർജ് ചെയ്തു പോകാം. ഇപ്പൊ എന്റെ ഒരു ഐഡിയൽ പ്രകാരം ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് ഔട്ടാൻ പറ്റും. ഉറപ്പാണ്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്യും. നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ അപ്പോൾ ഓപ്പറേറ്റർ കൂടെ ഞാൻ നിൽക്കും. ഓപ്പറേറ്ററാണെങ്കിൽ മെറ്റിൽ തട്ടുന്ന ലോറി അത്ര വലിയ എന്തായാലും മെറ്റിലേക്ക് തട്ടും. അല്ലെങ്കിൽ ഇത് മറ്റേ വുഡ് ലോഗൺ തട്ടും. അതിൽ വുഡ് ലോഗാൻ കറക്റ്റ് മണം കിട്ടും. തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയനാണ്. എനിക്ക് ഓർഡർ പറയാ ഇതില്ല. ഞാൻ NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. ഇന്നലെ രാത്രി പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറെ കുറ്റപ്പെടുന്നു മലയാളത്തിൽ, ഈ മലയാളികളായിട്ടുള്ളത്. അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു, ആഷ്മിച്ചാണ് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. ഈ കുറ്റപ്പെടുന്ന പലരും കിടന്ന് കുറ്റപ്പെടുന്നത് കാരണം മരിക്കുകയാണ്, തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്ന പനാഫ്ര ചെയ്തിന്റെ അർജുന്റെ കുടുംബത്തെ അറിയാം. അവരുടെ പ്രദേശമുണ്ട്, നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഈ പോലീസിന് ഇന്റർഫിയറൻസ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ടു തന്നിട്ടില്ല എനിക്ക്.